ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്കറിയാം സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിൽ ഒന്നാണ് നമ്മൾ കേരള ബാങ്കിന്റെ പരീക്ഷ, അല്ലേ? ക്ലർക്ക് ആൻഡ് ക്യാഷർ. കേരള ബാങ്കിന്റെ ക്ലർക്ക് ആൻഡ് ക്യാഷർ എന്ന് പറയുന്ന പോസ്റ്റാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. സഹകരണ മേഖലയിൽ ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് കേരള ബാങ്കിന്റെ ജോലി നമ്മൾ പറയുള്ളൂ. അപ്പം നമുക്ക് എന്താണ് അറിയാം, ഒക്ടോബർ 23 തീയതി ഒരു പരീക്ഷയാണ്, അല്ലേ? ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബർ 23 നമ്മുടെ പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ നല്ല ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇനിയുള്ള ദിവസം ചിട്ടയുടെ ഒരു ഓർഡർലി, അല്ലെ, ഓർഡർ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ കേരള ബാങ്കിന്റെ എക്സാം എന്ന് ഞാൻ 100% ഉറപ്പാണ്. മറ്റൊന്നില്ല, അവരുടെ സിലബസ്, അല്ലെ, നമുക്ക് ആ സിലബസ് വന്നിട്ടുണ്ട്. JCയുടെ അതേ സെയിം സിലബസ് തന്നെയാണ്. പ്രോപ്പറായിട്ട് ആ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ആവശ്യമുള്ളത്. ഓക്കെ, കാരണം ആ സിലബസ് ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കാണെന്ന് പോലും ആ സിലബസ് അവർ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ചിട്ടയോടെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ, അല്ലാണ്ട് നമുക്കുണ്ട്, ഇനിയുള്ള ദിവസങ്ങളുണ്ട്, നമുക്ക് സമയം അതിക്രമിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസമെങ്കിലും ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കേരള ബാങ്കിന്റെ എക്സാം എന്ന് വീണ്ടും എന്താണ് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും, അല്ലേ? നമുക്കൊരു 75 days ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 75 ദിവസത്തേക്ക് എക്സാം വരെയുള്ള ഒരു ക്രാഷ് കോഴ്സ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ഒരു ടോപ്പിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാംസുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒന്നാം ദിവസം നമ്മൾ പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ടോപ്പിക്ക് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, അല്ലെ? നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സഹകരണവും, അല്ലെ, കോർപ്പറേഷൻ, മറ്റ് അതർ എക്കണോമിക് സിസ്റ്റം, സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലേ? അപ്പോൾ അത് ഡേ 1 നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ പാർട്ട് നമുക്കറിയാം 50 മാർക്ക് കോർപ്പറേഷന്റെ പാർട്ടിൽ നിന്നും, 40 മാർക്ക് ബാങ്കിങ്ങിന്റെ പാർട്ടിൽ നിന്നും, പിന്നെ 10 മാർക്ക് IT ആൻഡ് സൈബർ ലോയിൽ നിന്നാണ്. നമ്മൾ ഓരോ ദിവസവും ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കോർപ്പറേഷന്റെ പാർട്ടിൽ നിന്ന് ഡേ 1 കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം പഠിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കിന്റെ പാർട്ടിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, അല്ലെങ്കിൽ യൂണിറ്റ് ബാങ്ക്, ബ്രാഞ്ച്, കറസ്പോണ്ടന്റ്, ഗ്രൂപ്പ്, ചെയിൻ, മിക്സഡ് ടൈപ്പ് ഓഫ് ബാങ്കിങ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതേ ദിവസം തന്നെ നമ്മൾ ഇൻപുട്ട് ഡിവൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഒരു പ്രിസ്ക്രൈബ്ഡ് ടോപ്പിക്ക് നമ്മൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരികയാണ് പഠിക്കാൻ വേണ്ടി. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഏകദേശം ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, 5 ദിവസം നമ്മൾ പഠിക്കുന്നു. ഇനി ഡേ 6 നമുക്ക് റിവിഷൻ ആണ്. അത് പഠിക്കുന്നത് നമ്മൾ ഈ 5 ദിവസം പഠിച്ചതും റിവിഷൻ ചെയ്യുന്നതാണ് എന്ന് ഡേ 6 ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിനി റിവിഷൻ ചെയ്താൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്ത് നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഡേ 7 നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡേ 7 5 ദിവസം പഠനം, 6-ാം ദിവസം റിവിഷൻ, 7-ാം ദിവസം എക്സാം. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ നമ്മൾ മുൻപോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ 75 ഡേയ്സിൽ കൊണ്ടും. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് ആ 75 ഡേയ്സിൽ നമ്മൾ നമ്മുടെ ആ ഒരു സിലബസ് പ്രോപ്പറായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പ്രോപ്പറായിട്ട് നമ്മൾ ആ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവസാനം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഓരോ ദിവസവും ബന്ധപ്പെട്ടുള്ള ആ ഒരു ടോപ്പിക്സുകൾ അങ്ങനെ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. സിലബസ് കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ മോഡൽ എക്സാംസുകൾ, അതുമായി ബന്ധപ്പെട്ട റിവിഷൻസ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സ്റ്റുഡൻസിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ അവസാനം നമ്മൾ വരുമ്പോൾ 50 ഡേ, 51, 52 ഒക്കെ വരുമ്പോഴത്തേക്കും ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് തന്നെയുള്ള പഠനങ്ങളും എക്സാംസുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അങ്ങനെ 75 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ 75-ാം ദിവസം കേട്ടോ, 75-ാം ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു മോഡൽ എക്സാം കൂടെ പ്രോപ്പറായിട്ട് എങ്ങനെയാണോ എക്സാം വരിക അതേ ഒരു പാറ്റേണിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡേ 75 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ കോഴ്സ്, അല്ലെ, പ്രോപ്പറായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ എല്ലാ രീതിയിലും മാക്സിമം സപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നാമതെത്താൻ ഇന്ന് മുതലേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ 75 ഡേയ്സ് ക്രാഷ് കോഴ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.